നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷിഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകൾ എത്തിയത്. ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ ഇറവിൽ പച്ചക്കറി കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊട്ടിൽ കെട്ടി സമരം നടത്തി. നാഷണൽ ഹൈവേ 544-ൽ ആമ്പല്ലൂർ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI പ്രതിഷേധ പ്രകടനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. അതിരപ്പിള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷിഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകൾ എത്തിയത്. കുട്ടിയാന ഉൾപ്പെടെ 5 ആനകളാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. റിസോർട്ടിന്റെ ഗേറ്റ് തകർത്താണ് ആനകൾ അകത്തു കടന്നത്. പാർക്കിലും മറ്റും ചുറ്റിത്തിരിഞ്ഞ ആനകൾ ആളുകൾ ബഹളം വെച്ചതോടെ പുറത്തേക്ക് പോയി. ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കൊരട്ടി തിരുമുടിക്കുന്ന് സ്വദേശി മരോട്ടിക്കുടി വീട്ടിൽ ഷിൻഡോയെയാണ് ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10 രാത്രിയിലാണ് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് 7,500 രൂപയോളം കവർന്നത്. ഈ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിവരവെ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചതിനെ തുടർന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് പ്രതിയെ തിരിച്ചറിയുകയും തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതിയെ ചാലക്കുടിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൈവശത്തിൽ നിന്നും 7,430 രൂപയും പിടിച്ചെടുത്തു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അരിമ്പൂർ ഇറവിൽ പച്ചക്കറി കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കരുവാൻ വളവിൽ മുടിയൻസ് എന്ന കടയിലാണ് മോഷണം നടന്നത്. ഇറവ് സ്വദേശി കാരാമൽ വീട്ടിൽ സജീഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പച്ചക്കറി കട. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ഉടമസ്ഥനായ സജീഷ് മോഷണ വിവരം അറിയുന്നത്. കടയുടെ മുൻവശത്തെ ഗ്രില്ലിന്റെ താഴ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. താഴ് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര സമീപത്ത് തന്നെ കണ്ടെത്തി. കടയ്ക്കുള്ളിൽ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. കടയിൽ പണമല്ലാതെ മറ്റൊന്നും മോഷണം പോയിട്ടില്ല. കടയിൽ നിന്ന് പുറത്തിറങ്ങിയ മോഷ്ടാവ് എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് സൈക്കിൾ മോഷ്ടിച്ചിട്ടുണ്ട്. നീലംകാവിൽ വീട്ടിൽ ജോസിന്റെ സൈക്കിളാണ് മോഷണം പോയത്. ജോസിന്റെ വീടിന് പുറത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ടും മോഷ്ടിച്ച ശേഷം മോഷ്ടാവ് സൈക്കിളിൽ രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊട്ടിൽ കെട്ടി പ്രതിഷേധ സമരം നടത്തി. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നടന്ന പ്രതിഷേധ സമരം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത്, BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ്, RC ബീന, വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നാഷണൽ ഹൈവേ 544-ൽ ആമ്പല്ലൂർ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. MLA KK രാമചന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, സബ് കളക്ടർ അഖിൽ V മേനോൻ IAS, നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ അൻസൽ ഹസൻ, തൃശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ,
ACP TS സിനോജ്, RTO അനന്തകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബൈജു TS, കെ രാജേശ്വരി, മുകുന്ദപുരം തഹസിൽദാർ സിമേഷ് സാഹു, ചാലക്കുടി തഹസിൽദാർ KM ജേക്കബ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. അടിയന്തരമായി സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ഹെവി വെഹിക്കിൾസ് വഴിതിരിച്ചു വിടുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് PD അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി പട്ടണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. DYFI ചാലക്കുടി ബ്ലോക്ക് സെക്രട്ടറി KB ഷബീർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് നിതിൻ പുല്ലൻ അധ്യക്ഷത വഹിച്ചു. SFI ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം നന്ദന സുബാഡ് സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം ആൽബിൻ ജോസ് നന്ദിയും പറഞ്ഞു. പ്രതിഷേധാത്മകമായ കോലത്തിൽ വനിതാ സഖാക്കൾ ചെരുപ്പൂരിയടിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചുമാണ് DYFI പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അഫ്സൽ, ദീപക്, സനൽ ഷാജഹാൻ, ഭവിൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 100 രൂപ കൂടി ഗ്രാമിന് 9315 രൂപ, പവന് 74,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അതിരപ്പിള്ളി കണ്ണൻകുഴിയിലെ റിസോർട്ടിൽ കാട്ടാന ആക്രമണം. ഷിഹീം റിസോർട്ടിലാണ് ശനിയാഴ്ച രാവിലെ കാട്ടാനകൾ എത്തിയത്. ശ്രീനാരായണപുരത്ത് ക്ഷേത്ര ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ ഇറവിൽ പച്ചക്കറി കടയിൽ മോഷണം. കടയിൽ സൂക്ഷിച്ചിരുന്ന 9,000 രൂപ മോഷ്ടാവ് കവർന്നു. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൊട്ടിൽ കെട്ടി സമരം നടത്തി. നാഷണൽ ഹൈവേ 544-ൽ ആമ്പല്ലൂർ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി സംയുക്ത പരിശോധന സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFI പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.